ഹലോ. ഹലോ. ആ ആ സാർ, ഞാൻ നേരത്തെ മീറ്റിംഗിലായിരുന്നു. ശരി, സാരമില്ല. ഞാൻ അവിടെ ഞാൻ വിളിച്ചു. ഒരു കുഞ്ഞ് കരയായിരുന്നു, അപ്പൊ ഞാൻ എന്റെ കൈ ഇരിക്കുന്നു, അതാണ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തത്. ഇത് നിങ്ങളുടെ ആ സർവീസ് ആ മാനേജറിനെ വിളിച്ചിരുന്നു. ആള് വിളിച്ചിട്ട് പറഞ്ഞ വേറെ ആ ഏതൊരു മോട്ടർ എന്തോ എടുത്ത് വെച്ച് തരാന്ന്. അപ്പം ഞാൻ ആ, ചോദിച്ചു അത് ഞാൻ സംസാരിച്ചു. അത് അല്ല, അപ്പൊ അത് നമുക്ക് വേറെ എങ്ങനെ മോട്ടറല്ല ശരിയാവും? സാർ, അത് സ്റ്റെപ്പ് മോട്ടറാണ്. അതായത് നമുക്ക് ഇതേപോലെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വെക്കാൻ വേണ്ടി തരുന്നതാണ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സ്റ്റെപ്പ് ആ മോട്ടർ. അവസരത്തിൽ ആ വണ്ടി ഇതുപോലെ നിങ്ങൾ അന്ന് പറഞ്ഞ പോലെ എന്താ ഈ വണ്ടി നിന്ന് പോണ പ്രശ്നമുണ്ടല്ലോ, അതേപോലെ നിന്ന് പോയി എവിടെയെങ്കിലും ആക്സിഡന്റ് ആയെന്ന് വിചാരിച്ചു, എനിക്ക് ക്ലെയിം പോലും കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഇതെന്താണ്, എഞ്ചിൻ നമ്പർ ഈസ് ഈക്വൽ ടു മോട്ടോർ നമ്പർ അല്ലേ? അതെ. അപ്പൊ പിന്നെ നമുക്ക് അതെങ്ങനെ ശരിയാവും? അത് വെച്ച് നിരത്തിൽ ഇറങ്ങുന്നതേ അല്ലല്ല തെറ്റല്ലേ, നിയമപരമായിട്ട് തെറ്റല്ലേ? അല്ലല്ല, നമുക്കത് സ്റ്റെപ്പ് മോട്ടറാണ് അത് വരുന്നത്. ആ അത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ പഴയ മോട്ടർ അതായത് പുതിയ മോട്ടർ വരുമ്പോ അതെടുത്തിട്ട് വീണ്ടും അതെ, വച്ചു പഴയത് എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് പുതിയത് അതാണ് എടുത്ത് വെച്ച് തരും. ഞാനിപ്പം, അതായത് എഞ്ചിന്റെ അതേ സാധനം എനിക്കിത് ചുമ്മാ ഇളക്കി പറിച്ച് പുതിയ വണ്ടിയല്ലേ, എനിക്ക് നിങ്ങൾ റീപ്ലേസ് ചെയ്താൽ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്താൽ, ഇതിലല്ലാതെ എനിക്ക് വേണ്ട. കാരണം അല്ല ഇത്രയും സാർ, എന്ന് പണിയായില്ലേ വെച്ചാല് ബ്രോ? നിങ്ങളൊന്ന് അല്ല സാർ, ആലോചിക്കും, നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് അതിന്റെ A to Z കംപ്ലൈന്റ് ആണെങ്കിൽ, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ ആ വണ്ടി അക്സെപ്റ്റ് ചെയ്യോ, നിങ്ങൾ റീപ്ലേസ് ഞാനിത് ചെയ്യോ? അവർക്ക് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചും ഫുൾ ഡീറ്റെയിൽ അതിന്റെ ഞാൻ കളക്ട് ചെയ്തു. ഞാൻ ബുക്കിൽ എഴുതിയെടുത്താണ് ഞാൻ കളക്ട് ചെയ്തത്. അപ്പൊ ലാസ്റ്റ് ടൈം എന്തോ വന്ന് ഈ കംപ്ലൈന്റ് കിട്ടിയാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തോ MCO എന്തോ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് കംപ്ലൈന്റ് കിട്ടിയില്ല, പക്ഷെ ഇത് വരാൻ ചാൻസ് ഉള്ള പാർട്ട് MCO ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഈ ഡെഡ്ലി ഡിസീസ് ഉള്ള ഈ വണ്ടി, അതായത് നിന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഒരു ശനിയാഴ്ച രാവിലെ കൊണ്ടുചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ 8-ാം തീയതി അതിന്റെ ഞാൻ അതെല്ലാം എന്റെ കംപ്ലൈന്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇവർ നമ്മളെ പറ്റിച്ച്, ഞാൻ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരെ പറ്റിച്ച് ജോബ് കാർഡ് പോലും ഇടാതെ അപ്ഡേറ്റ് ചെയ്ത് തരാം, ജോബ് കാർഡ് ഇടണ്ട എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തോ. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അങ്ങനെ പറ്റിച്ച് ഞാൻ എന്റെ വണ്ടി 2500 കിലോമീറ്റർ, ഏകദേശം 750 കിലോമീറ്റർ ഞാൻ ഇത് സർവീസ് സെന്ററിൽ പോയതാണ്. എനിക്കിത് അവിടെ പോയി പറയാൻ ആരുമില്ല. ഒരിക്കൽ ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ, അവിടെ ഉള്ള ഒരാൾ ഇടപെട്ടു. അയാൾ പറഞ്ഞു ഞാനിതെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അയാൾ വിളിച്ചാൽ ഫോണും എടുക്കൂല. എനിക്ക് കണ്ടീഷൻ അറിഞ്ഞാൽ മതി. ഞാൻ ഇലക്ട്രോണിക്സ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ആക്ച്വലി ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രോണിക്സിന്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു വണ്ടി എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവര് സ്കാൻ ചെയ്തിട്ട് പറയുന്ന അതല്ല കംപ്ലൈന്റ്. അവിടെ നിൽക്കുന്ന പയ്യന്മാര് ഞാൻ ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ OBD ടു ക്യാൻ കമ്മ്യൂണിക്കേഷൻ തന്നെ നമ്മളെ വണ്ടിയുടെ ECU റിപ്പയറിംഗ് ആണ് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അത്രയും അടുത്ത ഫ്രണ്ട്സിന്റെ ഒക്കെ. അപ്പൊ ഇങ്ങനെ ഉള്ള നമ്മളടുത്ത് ഇവര് വന്നിട്ട് അത് ശരിയല്ല, അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്ന് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കും. ഓക്കെ, നമ്മളപ്പം മണ്ടനെ പോലെ നിന്ന് കൊടുക്കും, ഇത് വണ്ടി റെഡിയായാൽ മതി. ഇത് വെച്ചിട്ട് ഞാൻ ASM ആയിട്ട് അവരുടെ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചു. ASM ആയിട്ട്, അതായത് പുള്ളീനെ കോൺഫറൻസ് ഇട്ടാണ് ഇതേപോലെ എന്റെ അടുത്ത് ഇതേപോലെ MD പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ സംസാരിച്ചത്. അപ്പൊ അത് ഫൈനലൈസ് കംപ്ലൈന്റ് കിട്ടി എന്റെ കോഡ്സും കാര്യങ്ങളും അയച്ചു കൊടുത്തപ്പോൾ അത് മോട്ടറാണ് കംപ്ലൈന്റ് എന്നത് മനസ്സിലായി. അതാണ് ഈ ബാക്ക് വീലിൽ നിൽക്കാനുള്ള 2 റീസൺ MCയും മോട്ടറുമാണ്. അപ്പൊ MC ഒന്ന് മാറ്റി വിട്ടെന്ന് വെച്ചാൽ ഈ കോഡ് കിട്ടാത്തതുകൊണ്ടാണ്. മോട്ടർ നമുക്ക് അങ്ങനെ മാറാൻ പറ്റില്ല കിട്ടാതെ, എന്ന് വെച്ചാൽ അത് അല്ല ഞാൻ പറയുന്നത് എനിക്കിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്ത് എനിക്ക് വണ്ടി ഓടിക്കണ്ട. അതായത് ഇപ്പം ഒരു തൽക്കാലം ഒരു മോട്ടോർ വെച്ച്, കാരണം തൽക്കാലം ഒരു മോട്ടോർ വെച്ച് വണ്ടി അങ്ങനെ പോകുമ്പോൾ നമുക്കിത് ലീഗലി സർട്ടിഫൈഡ് അല്ല. വണ്ടി അഥവാ എന്തെങ്കിലും പറ്റിപ്പോയി, തീ പിടിച്ചു പോയി, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി, അങ്ങനെ കേസെങ്കിലും സംഭവിച്ചു പോയാൽ കിട്ടൂല ബ്രോ, ഉറപ്പാണ് കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് എഴുതി ഒപ്പിട്ട് തരൂ. നിങ്ങൾ ആ സ്പെയർ കൊടുക്കുന്നതാണെന്ന് എഴുതി ഒപ്പിട്ട് തരൂ. അത് എഴുതി തരാം. ഇതേപോലെ സ്പെയർ ബാറ്ററി അല്ല, അങ്ങനെയല്ല ഞാൻ കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നിലവിലെ ഈ വണ്ടിയുടെ മോട്ടോർ കംപ്ലൈന്റ് ആണ്, അപ്പൊ ഇന്ന ആളിന് ഉപയോഗിക്കാൻ വേണ്ടി ഇതിന് പകരം ഇത് സ്വാപ്പ് ചെയ്ത് തൽക്കാലം ഉപയോഗിക്കുന്നുണ്ട്, ടെമ്പററി ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ ഇതും ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. എന്ത് നാശനഷ്ടം ഉണ്ടായാലും എന്ത് ഇതുണ്ടായിരുന്നാലും നിങ്ങൾ, അതായത് സർവീസ് സെന്റർ ഇതിന് ഉത്തരവാദിയാണെന്ന് നിങ്ങൾ എഴുതി തരാൻ പറ്റുമോ? ഓക്കെ, അത് ചെയ്തു തരാം. അത് ഞാൻ അവിടെ സംസാരിച്ച ഓപ്പറേഷൻ. പിന്നെ എന്റെ വണ്ടിയുടെ സൈഡിലെ ഒരു കുറെ പെയിന്റ് എന്റെ കംപ്ലൈന്റ് കൊണ്ടല്ല അത് പോയത്. ബോഡി ഫുള്ള് സ്ക്രാച്ച് ആയിട്ടുണ്ട്. കാരണം വണ്ടി നിന്ന് പോയി, ഞാനൊരു ബസ്സിന്റെ ഇടയിൽ ചെന്ന് കയറിയിട്ട് കാരണം വണ്ടി മോട്ടോർ ഓവർടേക്ക് നിർത്തിയിട്ടിരുന്ന ബസ്സിന് ഞാനത് കംപ്ലൈന്റിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഇതിൽ വാട്സാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. അപ്പൊ വണ്ടി അന്ന് ഇതിൽ ഫുള്ള് സൈഡ് ബോഡി ഫുള്ള് സ്ക്രാച്ച് ആയി. അപ്പൊ ഞാൻ അതൊന്നും വേണ്ടാന്ന് വെച്ചാണ്. പക്ഷെ എനിക്കിത് അതൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റൂ. ക്ലിയർ ചെയ്ത് പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട. ഞാൻ പറയുന്നത് അതല്ല സാർ, സാറിന്റെ ഈ വെഹിക്കിളിന്റെ ഈ കട്ടായി പോകുന്ന ഇഷ്യൂ സംഭവിച്ചുള്ളത് എല്ലാം കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്താൽ ഈ ബോഡിയുടെ ഇത് ആളിന്റെ അടുത്ത് തന്നെ സംസാരിക്കണം. അല്ലല്ല, ഞാൻ അത് പറഞ്ഞില്ല. ഞാൻ അവിടെ ആരടുത്ത് സംസാരിക്കാനാണെന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴെല്ലാം അവര്
ഈ ഈ അവര് വേറെ അവരുടെ ഇത് ഞാൻ അന്ന് ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് വണ്ടി തരണം. ഞാൻ കാരണം വെപ്രാളം എന്ന് പറയാനേ ഞാൻ ഇത്രയും കാശ് കൊടുത്ത് എടുത്തിട്ട് എനിക്ക് ഇല്ലെങ്കിൽ ഓരോ ദിവസവും ഞാൻ 300 രൂപയ്ക്ക് പെട്രോൾ കാശ് എടുത്ത് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഡെയിലി നമ്മൾ ഈ സർവീസിന്റെ കയറി ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് മാത്രമല്ലേ, ബുദ്ധിമുട്ടാണ് എന്ന് അതിലുപരി ഞാൻ ആരുടെയെങ്കിലും വണ്ടി, എൻ്റെ കയ്യിൽ വേറെ വണ്ടിയില്ല, അനിയത്തിയുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വണ്ടി. കാരണം എന്റെ ഇരുന്ന ബജാജ് ഡിസ്കവർ സ്ക്രാപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. സ്ക്രാപ്പായി അത്രയും 14-15 വർഷം ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിച്ച ഡിസ്കവറാണ് ഉപയോഗിച്ചത്. അപ്പൊ ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് വേറെ വണ്ടിയില്ല. അപ്പൊ ഞാൻ ആരെങ്കിലും വണ്ടി എടുത്ത് പോകണമെങ്കിൽ 300-400 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. എന്റെ കയ്യിൽ ഞാൻ ഇത്രയും കാശിന് ഞാൻ ഇത് ലോൺ എടുത്താണ് വാങ്ങിയത്. അതിന് ഇൻട്രസ്റ്റും കൊടുക്കണം, ഞാൻ പെട്രോളും അടിക്കണം. പിന്നെ എനിക്ക് എന്തിനാ ഞാൻ വണ്ടി എടുത്തത്? ഏകദേശം 750 കിലോമീറ്റർ ആയി. പിന്നെ 750 കിലോമീറ്റർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്. പിന്നെ ഇതെല്ലാം എനിക്ക് എക്സ്റ്റൻഡ് വാറന്റിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. എനിക്കുണ്ടായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നികത്താൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ വണ്ടി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയ വണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് ക്യാഷ് റീഫണ്ട് ചെയ്താൽ മതി. എനിക്ക് അതിൽ വേറെ തർക്കമില്ല. കാരണം ഇത് എത്ര നാളായി തുടങ്ങിയത് വണ്ടി എടുത്ത്. സാർ അതാ പറഞ്ഞത്, അന്ന് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടായില്ലെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. ഞാനത് ബുക്കിൽ എഴുതി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്ന് വെച്ചാൽ അന്ന് കഴിഞ്ഞ പ്രാവശ്യം മാറി തന്നതെന്ന് വെച്ചാൽ ഈ കംപ്ലൈന്റ് കിട്ടാത്തതുകൊണ്ട് അതിന്റെ സസ്പെക്ടിംഗ് പാർട്ട് 2 ഉള്ളൂ. അതായത് MCUവും മോട്ടോർ കൺട്രോൾ യൂണിറ്റും പിന്നെ വരുന്നത് ഈ മോട്ടറുമാണ്. ഈ മോട്ടറിന്റെ പ്രവർത്തനം ഈ കൺട്രോൾ യൂണിറ്റ് വഴിയാണ് വരുന്നത്. അതപ്പോൾ ബാക്ക് വീല് ലോക്കായി നിന്നും സാറ് പറഞ്ഞുകൊണ്ട് ആ യൂണിറ്റ് ആയിരിക്കണം കംപ്ലൈന്റ്. അങ്ങനെയാണ് അത് മാറിയത്. അതായത് കംപ്ലൈന്റ് കിട്ടാതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് 7 ദിവസത്തിനകത്ത് കംപ്ലൈന്റ് ആണ് നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം റീപ്ലേസ് ചെയ്ത് തരണം എന്നാണ് നോർമലി ഉള്ള റൂള് ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ. അപ്പൊ ഇത് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ വെഹിക്കിൾ ആണ് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. ഞാനിത് 100 കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് നിങ്ങളെ സെയിൽസ് എക്സിക്യൂട്ടീവ് ശബരിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ശബരി എൻ്റെ അടുത്ത് പറഞ്ഞത് നോ പ്രോബ്ലം ചേട്ടാ, ഒരു കുഴപ്പമില്ല, അത് ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പോകുന്നത് പ്രശ്നമില്ല, അടുത്ത അപ്ഡേറ്റിൽ റെഡിയാവും എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. എന്നെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത് ഈ ആള്. ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ ടെക്നിക്കൽ നോളജ് ഇല്ലായിരിക്കാം. അപ്പോൾ ഈ വണ്ടി മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. എന്നിട്ട് ഈ കംപ്ലൈന്റ് കൊണ്ട് ഞാൻ ഓടി. അത് പീക്കിൽ എത്തിയപ്പോഴാണ് ഞാൻ അവിടെ സർവീസിൽ കൊണ്ടുവന്നത്. കൊണ്ടുവന്നപ്പോഴേ അവർക്ക് തെളിവ് വേണം. ഞാൻ തെളിവെടുത്ത് ഞാൻ രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് ഇവര് നന്നാക്കി വണ്ടി തന്നു എന്ന് പറഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ എടുത്തു. പിന്നെ 3ാമത് പ്രാവശ്യം എടുത്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അകത്തായി പോയി. അതായത് കാരണം മാനവീയ റോഡിൽ വെച്ചിട്ട് ബാക്കിൽ നിന്ന് ജീപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു ആ ഇലക്ഷൻ ടൈമിൽ. അപ്പൊ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അല്ലാതെ ഞാൻ ഒന്നും നിന്ന് വഴയില്ല, ജംഗ്ഷനിൽ നടുക്കാണ് ഞാൻ നിന്നത്. അതെല്ലാം ഞാൻ ഒരു കംപ്ലൈന്റ് QR കോഡാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഞാൻ കംപ്ലൈന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ അത് ഫുൾ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ അതിന്റെ എല്ലാ വീഡിയോയും എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്ത് മടുത്ത്. അതുകൊണ്ട് എനിക്ക് കോംപ്രമൈസ് ഇല്ല. ഒന്നുകിൽ നിങ്ങൾ എന്റെ വണ്ടിയിൽ സ്ക്രാച്ചും ഒക്കെ ആയത് ഈ വണ്ടിയുടെ ഈ ഡെഡ്ലി പ്രോബ്ലം കൊണ്ട്, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കൊണ്ട് എനിക്ക് ഉണ്ടായ ഈ വണ്ടിയിലുണ്ടായ സ്ക്രാച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ മാറ്റി പുതിയ പീസ് വെച്ചിട്ട്. പിന്നെ ലേഡീസ് സൂട്രസ് ഞാൻ പറഞ്ഞിട്ട് വർഷങ്ങളായി. എന്ന് ചെന്നാലും വരും എന്ന് എനിക്ക് അമ്മയെ കൊണ്ട് ഒരിടത്തും പോകാൻ വയ്യ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഞാൻ എന്ന് വന്നാലും പറയുമ്പോ അവിടെ നിൽക്കുന്ന പെങ്കുച്ചിന്റെ അടുത്ത് അതെ സത്യം പറയാം, എന്റെ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്കറിഞ്ഞൂടാ, ഉറപ്പായിട്ടും വേറെ രീതിയിൽ ഈ ലെവലിൽ പോയത്. കാരണം അവിടെ ആർക്കും ഒരു ഉത്തരവാദിത്വം. എത്ര ദിവസം പറഞ്ഞെന്നറിയാം എനിക്ക് ലേഡീസ് സൂട്രസ് വേണം, അമ്മയെ അല്ലെങ്കിൽ ചേച്ചി ഒന്നും കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അത് പറയും, ശരി സാർ വന്നിട്ട് ഞാൻ വിളിക്കാം, ഇത്തവണ വന്ന സ്റ്റോക്ക് തീർന്നുപോയി, അടുത്ത തവണ വന്ന് അപ്പോൾ വിളിച്ച് ചോദിക്കാൻ പറയാം, അത് സാർ ഉണ്ടായിരുന്നു തീർന്നുപോയി. ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, വരുമ്പോൾ എനിക്ക് തന്നാൽ മതി, എനിക്ക് സാധനം തന്നാൽ മതി, ഞാൻ ഫിറ്റ് ചെയ്തോളാം. ഞാൻ എവിടെയെങ്കിലും കൊണ്ട്, അല്ലെങ്കിൽ കൊല്ലം സർവീസോ കൊല്ലത്തെങ്ങനെ എനിക്ക് അറിയില്ല ഉണ്ട്, അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ ഫിറ്റ് ചെയ്തോളാം. അതും ഒന്നും ആക്സെപ്റ്റബിൾ അല്ല. പിന്നെ അവിടെ നിൽക്കുന്ന പയ്യന്മാരുടെ ഇപ്പോൾ സ്കാൻ ചെയ്തോടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ വളരെയധികം ഹൈഡ് ചെയ്ത്, അത് നമുക്ക് അറിഞ്ഞൂടാത്ത പോലെ ക്യാൻ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് അറിഞ്ഞൂടാത്ത പോലെയൊക്കെയാണ് അവർ സംസാരം. വളരെ ഇനി ഹൈഡ് ചെയ്താണോ, ഈ കസ്റ്റമേഴ്സിനെ ഹൈഡ് ചെയ്താണോ ഇതൊക്കെ ചെയ്യാനുള്ള, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അറിയില്ല. അങ്ങനെയല്ല സാർ. അത് എന്നുവെച്ചാൽ ഞാൻ ആദ്യം ഇനിഷ്യലി ചെയ്തൊക്കെ നോക്കിയായിരുന്നു. എന്ന് വെച്ചാൽ ബജാജ് അവിടെ ആളില്ലാത്തപ്പോൾ നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇതിൽ ഈ കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ സാർ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഞാൻ 2 മിനിറ്റിൽ സാറിനെ തിരിച്ചു വിളിച്ചാൽ മതിയോ?